ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന വിശ്വാസി സംഗമം ദേശീയ ശ്രദ്ധയിലെത്തിക്കാൻ നീക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരെ സംഗമത്തിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം. അമിത്ഷായും യോഗി ആദിത്യനാഥും എത്തുന്നതോടെ വിശ്വാസ സംഗമം ദേശീയ ശ്രദ്ധയാകർഷിക്കുമെന്നാണ് ശബരിമല കർമ്മസമിതി കണക്കാക്കുന്നത്. ഇരു നേതാക്കളെയും വേദിയിലെത്തിക്കാൻ നേതാക്കൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. NSS, SNDP തുടങ്ങി സമുദായ സംഘടനകളെയും പങ്കെടുപ്പിക്കാനും സംഘാടകർ ആലോചിക്കുന്നുണ്ട്. പന്തളത്ത് നടക്കുന്ന സംഗമത്തിൽ പന്തളം കൊട്ടാരം നിർവാഹക സമിതിയെ സഹകരിപ്പിക്കാനായി മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പന്തളത്തെത്തി കൊട്ടാരം നിർവാഹക സംഘവുമായി ചർച്ച നടത്തി. അപ്പൊ ഇതൊക്കെ പണം വാങ്ങുകയും ഈ പണം തന്നവരോട് യാതൊരു വിധേയത്വമോ ആത്മാർത്ഥതയോ ഇല്ലാതെ പെരുമാറുകയും ചെയ്യുന്ന കച്ചവട മനോഭാവമാണ്. അതുകൊണ്ട് ശബരിമലയെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. കൊട്ടാരം ഭക്തജനങ്ങളുടെ ഒപ്പം നിൽക്കുമെന്നും ആചാരം സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും നിർവാഹക സംഘം വ്യക്തമാക്കി. നമ്മളെ ലക്ഷ്യം ആചാരം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് പറ്റുള്ള ഒന്നും ചിന്തയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വല്യപ്രാൻ ഇവിടെ അല്ല, പാലക്കാട് താമസം. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് വേണം. സെപ്റ്റംബർ 22 നടക്കുന്ന സംഗമത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ മുഴുവൻ വിശ്വാസികളെയും പങ്കെടുപ്പിക്കുമെന്ന് സംഘാടകർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്.